Let's discuss about how to appear confident in the presentation. ഞാൻ ഷോർട്സിൽ പറഞ്ഞതുപോലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ അപ്പ് ദി എനർജി ആൻഡ് സ്പീക്കപ്പ്. ഇപ്പം സ്പീക്കപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അലറുക എന്നല്ല. നമ്മളിപ്പോൾ ഒരു വോളിയത്തിൻ്റെ ലെവൽ ഔട്ട് ഓഫ് 10 പറയുകയാണെങ്കിൽ ഒരു 5. അതുപോലെ ടേൺ അപ്പ് ദി എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ ഷോർട്സ് ചെയ്തപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ നമ്മുടെ സ്കൂളിൽ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ടീച്ചറിൻ്റെ ക്ലാസ്സിലോട്ട് ചെല്ലാണ്. അപ്പോൾ ഒരു ടീച്ചർ നമ്മളോട് പറയണം, ഹായ് വെൽക്കം ടു ദി ക്ലാസ്. അതേസമയം വേറൊരു ക്ലാസ്സിൽ ആ ടീച്ചർ നമ്മളോട് പറയണം, ഹായ് വെൽക്കം ടു ദി ക്ലാസ്. നമുക്ക് അടിച്ചു വിളിക്കണ്ടേ ഈ വർഷം? നമുക്ക് ഏത് ക്ലാസ്സിലിരിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉറപ്പായിട്ടും രണ്ടാമത്തെ ക്ലാസ്സിലല്ലേ? കാരണം എന്താണ്, രണ്ടാമത്തെ ടീച്ചർ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. അപ്പോൾ ആ ഒരു എനർജി നമുക്കും ഫീൽ ചെയ്യും. അപ്പം നമുക്ക് ആ ക്ലാസ്സിലിരിക്കാനായിരിക്കും ഒന്നുകൂടെ താല്പര്യം. നമ്മുടെ ആ എനർജി നമുക്ക് കാരണം നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ പിടിച്ചിരുത്താനായിട്ട് പറ്റണം. സോ എനർജി ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡ് ലൈക്ക് എ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ വുമൺ. എന്താണ് സൂപ്പർ ഹീറോ അല്ലെ സൂപ്പർ വുമൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അവർക്ക് ഭയങ്കര പവർഫുള്ളാണ് അല്ലേ? നമുക്ക് നമ്മളപ്പോൾ അവരെ പോലെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കും ആ ഒരു പവർ ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു പവർ ഫീൽ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ പവർഫുള്ളായിട്ട് ലുക്ക് ചെയ്യും. നമ്മൾക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അത് നമ്മുടെ ഓഡിയൻസിനും ഫീൽ ചെയ്യും. ഓഡിയൻസിന് അറിയില്ല നമ്മൾ ടെൻസ്ഡ് ആണോ, നമ്മൾ നെർവസ് ആണോ, ഒന്നും ഓഡിയൻസിന് അറിയില്ല. നമ്മുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് അവർക്കറിയില്ല. നമ്മൾ എന്താണോ അവിടെ ഷോ ചെയ്യുന്നത് അത് മാത്രമേ അവർക്കറിയത്തുള്ളൂ. അപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നല്ല ഫ്രണ്ടിൽ വന്ന് നല്ല ധൈര്യത്തോടു കൂടി വന്ന് നിൽക്കുകയാണെങ്കിൽ ഓഡിയൻസ് വിചാരിക്കും, ഓ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെന്ന്. സോ ഇമാജിൻ യു ആർ ദി മോസ്റ്റ് പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ്. അങ്ങനെ വിചാരിച്ച് വേണം ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ. കാരണം നമ്മൾ നെർവസ് ആകുമ്പം നമുക്ക് എന്ത് പറ്റും? നമ്മൾ ഭയങ്കര സ്പീഡിൽ സംസാരിക്കും. നമ്മളങ്ങനെ സ്പീഡിൽ സംസാരിച്ചാൽ അതിനർത്ഥം നമ്മൾ നെർവസ് ആണെന്ന്. അങ്ങനെ നമുക്ക് തോന്നുവാണെങ്കിൽ ഒന്ന് നിർത്തുക, ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഇടയ്ക്കൊന്ന് നിർത്തി ഒന്നൊരു ബ്രീത്ത് എടുത്തിട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. പോസ് ചെയ്ത് പോകണം. അപ്പോൾ എന്താണ്, നമ്മൾ ആ പറയുന്നത് ഓഡിയൻസിന് മനസ്സിലാക്കാനുള്ളൊരു ടൈമും കൂടെ കിട്ടും. അവർക്ക് നമ്മൾ എന്ത് മെസ്സേജാണ് നമ്മൾ കൺവേ ചെയ്യുന്നത് അത് മനസ്സിലാക്കാനുള്ളൊരു ടൈമും കൂടെ അവർക്ക് കിട്ടും. അതിനാണ് പോസ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, മേക്ക് ഐ കോണ്ടാക്റ്റ്. ഓഡിയൻസുമായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു റൂമിൽ പ്രസൻറ്റ് ചെയ്യുമ്പം നമുക്ക് എന്താണ്, ആ റൂമിലിപ്പം ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുക, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് നോക്കാം നമുക്ക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പിന്നെ നമുക്ക് കൈയുടെ മൂവ്മെൻറ്റ് ചെയ്യാം. ഒത്തിരി ആവണമെന്നില്ല പറയുന്നത്, ചെറുതായിട്ട് കൈ മൂവ്മെൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഓഡിയൻസിനെ കണ്ണിൽ നോക്കി സംസാരിക്കാം. അതൊക്കെ ആകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ പറ്റിയാണോ സംസാരിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി നമുക്ക് നല്ല നോളജ് വേണം. ആ ഒരു ടോപ്പിക്ക് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിരിക്കണം. ആ ടോപ്പിക്ക് നമുക്ക് നല്ലപോലെ അറിയാമെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നല്ലപോലെ കൂടും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മെയിൻ കീ എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമ്മൾക്ക് ഈ ഒരു പ്രസൻറ്റേഷൻ നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ നമ്മൾ അതിന് മുന്നേ ഉള്ള വീക്ക് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ, നമുക്കറിയാം എല്ലാവരും ഭയങ്കര ബിസിയാണ് അല്ലേ? അപ്പം പ്രാക്ടീസ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു അതിന് വേണ്ടി ഒരു ടൈം കണ്ടെത്തണമെന്നില്ല. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി നമ്മുടെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ അത് റിലാക്സ് ചെയ്യാൻ കൗച്ചിലിരിക്കുമ്പം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം, അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ വാക്കിങ്ങിന് പോകുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. ഈവൻ നമ്മൾ ഷവറിൽ നിൽക്കുമ്പോൾ പോലും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓവർ പ്രാക്ടീസ് ആയി എന്ത് സംഭവിക്കും? നമ്മൾ സംസാരിക്കുമ്പം റോബോട്ടിനെ പോലെ തോന്നും അല്ലേ? അപ്പോൾ ഓവർ പ്രാക്ടീസ് വേണ്ട. നമ്മൾ എന്നാലും അതിന് മുമ്പുള്ള ഒരു വീക്ക് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പം നമ്മൾ ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെർഫെക്റ്റ് ആക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ ഒരു ധൈര്യം സംഭരിച്ച് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത്
നിങ്ങൾ ആ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു മെസ്സേജിൽ നല്ലപോലെ വിശ്വസിച്ച് ആ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക എന്നുള്ളതിലാണ് കാര്യം. ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ചെയ്യാൻ പറ്റും.